ആർത്തി. ആർത്തിയോ? പേടിച്ചിട്ടാ. സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇതല്ലേ ഈ പെടുമന്മന? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ്. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം. അതെ, ഒരുപാട് പെടുമരണങ്ങൾ താമസിച്ചിരുന്ന മന, പെടുമൺമന. ഇപ്പോ ഇവിടെ താമസിക്കുന്നത് പെടുമരണങ്ങളിൽപ്പെട്ട ഒരു മാരണമാണ്. അയാള് നമ്മളെ പാർട്ടിയാണോ? അല്ല, നമ്മളെല്ലാം അയാളുടെ പാർട്ടി. മനസ്സിലായില്ല. കിണിക്കാതിരിക്കുന്നത് അല്ല, നമ്മളെല്ലാം അയാളുടെ പാർട്ടി. മനസ്സിലായില്ല. എടാ ഒരു സെക്കൻഡ്, നേരത്തെ വെള്ളയിൽ പുള്ളിയുള്ളവൻ ഇങ്ങനെ ഇപ്പുറത്തല്ലേ ഇരുന്നത്? അപ്പം നമുക്ക് ഇപ്പം ഇരുന്നിടത്തല്ലേ നമ്മുടെ സിദ്ധിക്കൊക്കെ ഇരിക്കുന്നത് അല്ലേ? അങ്ങനല്ലേ? അപ്പം നമുക്ക് കഴിച്ച് പോയാ ഇത് കാണാൻ വരാതെ കഴിച്ച് പോയെന്ന് തോന്നുന്നു. അതെല്ലാം വഴിയേ മനസ്സിലായിക്കോളൂ. മുറുക്കാൻ ചുണ്ണാമ്പ് വേണ്ടേ? ചുണ്ണാമ്പിട്ട് മുറിക്കുക, തുപ്പുമ്പോ ചുവപ്പ് കളറായിരിക്കും. ഈ മന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ആരാടാ ഈ കിടന്ന് ചിരിക്കണത് ഇത്രയ്ക്ക്? ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. നിങ്ങളുടെ ഭരണം പോലെ തന്നെ വികസനമില്ല. അല്ല, സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളുടെ കൂടെ അണികളൊന്നുമില്ലേ? ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പെണ്ണ് വിളിച്ചു. അപ്പൊ എന്റെ പാർട്ടിയിൽ നിന്ന് കാല് മാറി ഓളെ കൂടെ പോയി. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. എടാ ഇത് ചില സീനുകളൊക്കെ നമ്മളിങ്ങനെ ചിരിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സാധനങ്ങൾ ആൾക്കാരിങ്ങനെ ചിരിക്കണ കാണുമ്പം ഈ ഒരു സൗണ്ട് ഇങ്ങനെ ചിരിക്കണതിൻ്റെ സാധനം ഇട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആ ചിരിക്കാനുള്ള ത്വര വരും കേട്ടോ. ഒരു ആവശ്യമില്ലാത്തടത്ത് ഇത് എടുത്തിടുമ്പം ഇത് എന്നെ ആർട്ടിഫിഷ്യലാണ്. ആരുടെ ഇതിൻ്റെയൊക്കെ എഡിറ്റർ? ഓളെ കൂടെ പോയി. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. ഞാൻ വന്നത് അകത്തറിഞ്ഞല്ലോ. ദിവ്യനല്ലേ? ദിവ്യനൊന്നുമല്ല, അതിനാ CC ക്യാമറ വെച്ചിരിക്കുന്നത്. അതെന്താ അങ്ങനെ? അതിഥികളെ കാട്ടിക്കൊണ്ട് കളയണമെന്നാണല്ലോ വാവാ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഞാൻ പാമ്പല്ലല്ലോ. കുടുംബം പറ്റി പറഞ്ഞ നോക്കണേ. എന്താണ് ലങ്കോട്ടി കൊടുത്തിക്കണ? ഒരു കാല് വരെ എത്ര ഒരു മുണ്ടെങ്കിലും കൊടുറേ. ഇത് ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബം പൊട്ടി മുട്ട് വരെയുള്ള ബിക്കിനി ഇട്ടുണ്ടോ നീ? കുടുംബം പൊട്ടിയ സുരേഷ് ഗോപിയോ? അത് നേരത്തെ ഇതിൽ അഭിനയിക്കാൻ തോന്നിയതാണ് മമ്മൂക്ക ആലോചിക്കണേ. ഇതേ ഇപ്പം മറ്റേ അവൻ്റെ ഇടയിൽ കയറി മമ്മൂട്ടിരിക്കണം കേട്ടോ, മറ്റേ പുള്ളിയുള്ള ഉടുപ്പിട്ടവൻ്റെ. വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം. മമ്മൂട്ടിയുടെ സൗണ്ടാണ് ഇത്. ഈ മനക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഇലക്ഷന് ഇവിടെ വന്ന് നേരിട്ട് വോട്ട് ചോദിക്കാൻ പറ്റിയില്ല. ഒരു ഫ്ലെക്സ് പുറത്ത് ഞാൻ കണ്ടിരുന്നു. തന്റെ അത് വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാരും അണ്ണ എന്തോ ഡയലോഗ് അടുത്ത് കണ്ടിന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞോട് പറയാൻ വന്നതാണ് കേട്ടാ. അപ്പം നോക്കിയപ്പോൾ ശബ്ദം കേൾക്കണം മറ്റവൻ്റെ, അതുകൊണ്ട് അണ്ണൻ പറഞ്ഞില്ല. ഒരു മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ള ഒരു വേദിയിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നുകൂടെ അണ്ണ? ലിപ്പ് മൂവ്മെൻ്റ് ഒക്കെ എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കണ്ടേ? ഞാൻ കറക്റ്റ് കണ്ടിരുന്നു. തന്റെ അത് വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ട് മറ്റവൻ്റെ ഡയലോഗ് മനസ്സിലായി. എൻ്റെ തുടർച്ചയില്ല, അവരാണ് പറയാനുള്ളത്. ഓക്കെ, എല്ലാരും ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചിരിക്കുന്നതാ. ജയിച്ചു കഴിഞ്ഞപ്പോ ആ കൈകൂപ്പൽ ഇങ്ങോട്ട് മാറിയിരുന്നു. അത് പിന്നെ ജയിച്ചു കഴിഞ്ഞപ്പോ
ചേർത്ത് പിടിച്ച എല്ലാവരെയും കൂടി സത്യം എനിക്കിത് മമ്മൂക്കയുടെ മോൻ കാണുമ്പം ഇതിലും വലിയ ഗതികെട്ടോ വേറെ ആരുണ്ടോ കർത്താവ് എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്കത് ഫീൽ ആണ്. ഇങ്ങനെ ഇരിക്കണം മമ്മൂക്ക. കുട്ടിക്കാരൻ ഇങ്ങോട്ട് മാറ്റി നിർത്തിയതാ അല്ലേ? തനിക്കിപ്പോ വോട്ട് വേണം. വായിന്നേനാടേ ശബ്ദം ഉണ്ടാക്കണേ. എന്താ ചിഹ്നം? മുട്ടങ്കലം. അപ്പോ പൊട്ടുന്ന് ഉറപ്പായി. അതെ, തനിക്ക് പാട്ട് പാടാൻ അറിയോ? ജയിക്കാൻ വേണ്ടി പാട്ടല്ല, കാലകത്താതെ മോഹിനിയാട്ടം വരെ കളിക്കാം. ആണെങ്കിലും മോഹിനിയാട്ടം കളിക്കുന്നത് അകത്താൻ. എടി ഇവരൊക്കെ ഈ പരിപാടി വന്നു തന്നെയാടേ, അത് എവിടെയെങ്കിലും ഒക്കെ ഉള്ളത് കട്ട് ചെയ്തിട്ടിരിക്കണതാണ്. എന്നാ പാടുക. പൊട്ടിപ്പൊളിഞ്ഞോരി റോഡെല്ലാം ടാർ ചെയ്യാൻ മുട്ടൻകാലത്തിനോരൊട്ടു നൽകൂ കെട്ടിക്കീട ഇപ്പോൾ കിണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഭയങ്കര ബ്രില്യൻസ്, ഡയറക്ടർ ബ്രില്യൻസ്. മുട്ടൻകാലത്തിനോരൊട്ടു നൽകൂ. കാലത്തുപ്പം താഴെ വെച്ച് എഴുതി കിട്ടീനാണ്. എന്താ ചിഹ്നെന്നാ പറഞ്ഞേ? മുട്ടങ്കലം. ആ കല എടുത്തു കൊടുക്ക. അതെന്തിനാ? ആ കലത്തില് അരയിട്ട് പണി തുടങ്ങുക. അയ്യോ മണ്ടത് പോയി. എടാ ഇത് മറ്റേ തീറ്ററപ്പായി സിനിമയിൽ കലാമണി അനിയുണ്ട് കേട്ടാ, പുള്ളിക്കാരൻ ചിരിക്കും പോലെ തന്നെ അതിൻ്റെ സ്പൂഫായിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു. കഞ്ചി വെക്കാനോ? കുടുംബം പറ്റിയിരിക്കണം. ഞാൻ സ്ഥാനാർത്ഥിയാ, ജയിപ്പിച്ചു വിട്ട പിന്നെ 5 കൊല്ലത്തേക്ക് ഇന്റെ ഒരു ശല്യം ഉണ്ടാവില്ല. നിർത്തുക. ഒരാൾക്ക് 2 തവണ അബദ്ധം പറ്റില്ല. അടുക്കളയിലേക്ക് പോവുക. ചിരി 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 ആര് കഥയാണ് അതൊക്കെ. ചിരി ചിരി സൗണ്ട് കേൾക്കുമ്പോഴേക്കും ചിരിക്കണമല്ലോ എന്താ. അല്ല ഞാൻ അടുക്കളയിൽ അഭിനയിച്ചു തകർക്കന്നെ ഉണ്ടാ. എടുക്കാൻ പറയും വരിക. എനിക്ക് ഇതിൽ ഞാൻ എന്തൊരു കൗണ്ടർ അടിക്കാൻ തിരിച്ചു പോയിക്കോളാം. എന്തരടാ ഇത്. ഈ മലയിൽ കയറിയ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. അത് തന്നെ അഴകാണല്ലോ ചിരി. റെസ്റ്റ് വേണം. ഇങ്ങട് വാ. ചിരി എന്ന് പറഞ്ഞാൽ ഇതാണ് ചിരി. 1000 വാട്ടിന്റെ ബൾബ് കത്തിച്ചു വെച്ചാൽ എന്തൊരു ഐശ്വര്യമാണ്. പിന്നെ ഈ മനുഷ്യന്റെ അവസ്ഥ കണ്ടി സഹിക്കൽ. അതിവിടെ മിണ്ടി പോരുത്. അതെന്താ? അതെ, നമ്മുടെ ഈശ്വരൻ നമ്പൂതിരി കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ട്, അതിന്റെ ചുരുക്കം. എന്നാലും വല്ലാത്തൊരു പണിയായിപ്പോയി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വോട്ട് ചോദിക്കാൻ വരൂലേന്ന്. എടാ നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായ? ഈ മനേന്റെ ആളല്ലേ? ഞാനോ? ആ? എടാ 5 കൊല്ലം മുമ്പ് നിന്നെ പോലെ വോട്ട് ചോദിക്കാൻ വന്ന സ്ഥാനാർത്ഥിയാ ഞാൻ. അന്ന് ഇയാളെ എന്നോട് പിടിച്ചിട്ടതാ. പിന്നെ ഈ അടുക്കളയിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടായിട്ടില്ലടാ. എടാ എന്റെ പ്രതിമയില് പുഷ്പാർച്ചന നടത്തിയിട്ടാ ഞാൻ നോമിനേഷൻ കൊടുത്ത്. നീ ചത്തില്ല? ചത്ത പോലെയാ. ഞാൻ നോമിനേഷൻ കൊടുത്ത്. നീ ചത്തില്ല? ചത്ത പോലെയാ. ഇവിടെ ലാലായിട്ടിരിക്കണ്ടേ. ഇപ്പൊ നേരത്തെ ഇരുന്ന ആൾക്കാരൊക്കെ മാറി. ഇവരെന്തൊരു കസേര കളിക്കണതാ. ഈ സ്കിറ്റ് ആപ്പാട് 5-6 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഒരിക്കൽ സിദ്ദിഖൊക്കെ വന്നിരിക്കും, പിന്നെ ലാലേട്ടൻ വന്നിരിക്കും, പിന്നെ പൃഥ്വിരാജ് വന്നിരിക്കും. എല്ലാവരും കാണിക്കണമല്ലോ അല്ലേ, എല്ലാവരും ചിരിക്കുന്നത് കാണിക്കണം. അപ്പോൾ അല്ലാത്ത ഗതികേടിയുണ്ടായി ഒരു അവസ്ഥ. ഓരോരോ ഇത്രയും അഴിവിയ ഒരു അവസ്ഥ. ഞങ്ങൾ ലാലേട്ട ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കും, ഈ കോമഡിക്കൊക്കെ ഞാൻ ചിരിച്ചെന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? വാരി എറിയൂലേ? ഇങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കൂലേ? അവരെയും കൂടെ നാണം കെടുത്താലേ. എഡിറ്ററാണ് ഇതിൽ ഏറ്റവും കിടില്ല. ടിനിൻ ടോം ഒന്നുമല്ല, എഡിറ്റർ. ഇതിൻ്റെ എഡിറ്ററാണ്. അവാർഡ് കൊടുക്കണം എഡിറ്റർക്ക്. പറ്റിക്കാനോ? എടാ നീ ഇവിടെ കണ്ടതേ സാധാരണ വോട്ടർ പട്ടികയിൽ പേരുള്ളൊരു വോട്ടറല്ല. പിന്നെ എടാ ചാത്തനാണ്, ചാത്തൻ. ചാത്തനോ? വന്ന് മമ്മൂട്ടി ആലോചിക്കണ്ട അടുത്ത് എന്ത് കുറിച്ചാളാണ് പറഞ്ഞത്. നിങ്ങളെ പറ്റിക്കുന്ന പോലെ എളുപ്പമല്ല എന്നെ പറ്റിക്കാൻ. ലിപ്സിംഗ് സിംഗം തന്നെ കേട്ടാ. ഒരാൾക്ക് 2 തവണ അതൊരു പ്രാവശ്യം പറഞ്ഞതാ. ചിരിയിട്. എന്ന് പറഞ്ഞാ ഇതിൽ പറയാൻ ചിരി. ഡയലോഗ് ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ? രക്ഷപ്പെടണമെങ്കിൽ എന്നെ കളിച്ചു തോപ്പിക്കണം. എന്ത് കളി? കസേര കളി. ചിരിച്ചില്ല. അവിടെ ചിരിയിട്ടായിരുന്നു. ആ കസേര ലാലേട്ടൻ ചിരിയായിരുന്നു ബെസ്റ്റ്. ഒരാൾക്ക് ഒരേ സമയം 2 പേരെ കളിച്ചു തോപ്പിക്കാനാവില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ തമ്മിൽ കളിക്കുക. അതിൽ ജയിക്കുന്നയാളും ഞാനും തമ്മിലാകാം അവസാന വട്ടക്കളി. എന്താ സമ്മതല്ലേ? ഞാൻ തുടങ്ങിക്കൊള്ള.
കുറച്ചുകൂടി ചിരി ബാക്കിയുണ്ടോ? അതുകൂടി ചിരി ചിരി. ഐ ഇത് കോഴ പിടിക്കാൻ. ഐ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ലേ? ഇവിടുന്ന് രക്ഷപ്പെടാൻ ആകെ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? ചാത്തന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. ഈ കളി ഒരിക്കലും തീരില്ല. ഇവരിവിടുന്ന് രക്ഷപ്പെടുകയില്ല. അതുപോലെ തന്നെയാ നിങ്ങളും. ഭ്രമിപ്പിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇവർ നിങ്ങളെ വെച്ച് ഈ കളികൾ തുടങ്ങിയിട്ട് കാലം കുറേയായി. അതുകൊണ്ട് ഈ കാലത്തിന് കലിയുഗം നല്ല പേരിടേണ്ടത് ഭ്രമയുഗോന്ന. കലിയുഗത്തിന്റെ ഒരു ആൾക്കാരൊക്കെ കോമഡി സ്കിറ്റ് സീരിയസ് ആയിട്ട് കണ്ടോണ്ടിരിക്കും. പിടിച്ചോ 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 പിടിച്ചോ. ആ സൂപ്പർ. അവരാത് ഹേ ഇത് മമ്മൂക്ക അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പറയുന്നത് മമ്മൂക്ക ഇതൊക്കെ കണ്ടിട്ട് നീ ആറ്റിച്ചാടേണ്ടി വരുമായിരുന്നു. ഇതിപ്പോൾ മമ്മൂക്ക ഫ്രണ്ട് ഇരിക്കുകയാണ്, തൊലി ഉരിഞ്ഞു വയ്ക്കുകയാണ് കേട്ടാ. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ചെയ്യലടേ, ഇത്രയും പാതകം ഒരു മനുഷ്യനെ ഇരുത്തി ഇങ്ങനെ അപമാനിക്കല്ലോ. ടിന്നിട്ടോ മണ്ണ. എന്തരാ വരട്ടെ ഏട്